കേരളത്തിലെ തുടർഭരണം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് 5 വർഷം കഴിയുമ്പോൾ ഒരു ഗവൺമെൻറ് മാറുകയും മറ്റൊരു ഗവൺമെൻറ് വരികയും ചെയ്തുമായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ പലതവണ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്, മറ്റൊന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ്, പിന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് ചെറിയൊരു ബൈറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴായിട്ട് അദ്ദേഹത്തെ എനിക്ക് അഭിമുഖീകരിക്കാനും എന്നോട് എപ്പോൾ ആണെങ്കിൽ പോലും അദ്ദേഹം നോ പറയാത്ത രീതിയിൽ ഒരു ആത്മബന്ധം സൂക്ഷിക്കുന്ന തലത്തിൽ ഒരു ബൈറ്റോ ഇൻ്റർവ്യൂ തരാനോ അദ്ദേഹം തയ്യാറാകാറുണ്ടായിരുന്നു. അത് ഏഷ്യാനെറ്റ് ആണെങ്കിലും കൈരളി ആണെങ്കിലും ഇന്ത്യ വിഷൻ ആണെങ്കിലും പിന്നെ റിപ്പോർട്ടർ ചാനലാണെങ്കിലും ഒക്കെ പലപ്പോഴായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. അതിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ രണ്ടാം മുഴുവമായി താരതമ്യം ചെയ്തുകൊണ്ട് രണ്ടാമൻ എന്നുള്ളത് എപ്പോഴാണ് ഒന്നാമനാകുന്നത് എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് അദ്ദേഹം മാറിപ്പോവുകയാണ് ചെയ്തത്. ഓക്കെ, അന്ന് പിന്നെ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് രാജു കല്ലുംപുറവും PV രാധാകൃഷ്ണപിള്ളയൊക്കെ തന്നെ അദ്ദേഹത്തോട് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ കേൾക്കുകയാണ് ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അടുത്ത് വീണ്ടും എനിക്ക് അദ്ദേഹം വന്നപ്പോൾ, അദ്ദേഹം ഇപ്പോൾ സീനിയർ പൊളിറ്റീഷ്യനാണ്, AICCയുടെ വർക്കിംഗ് കമ്മിറ്റി ക്ഷണിതാവാണ്, വളരെ വളരെ പരിണിത പ്രജ്ഞനാണ്. തീർച്ചയായിട്ടും വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങളോടുകൂടി അദ്ദേഹത്തെ ഞാൻ വീണ്ടും സമീപിച്ചു. തീർച്ചയായും വളരെ സ്നേഹത്തോടുകൂടി പിന്നെ BMC ഗ്ലോബൽ ലൈവിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇൻ്റർവ്യൂ തന്നത്. മടിയില്ലാതെ ആദ്യം ഒരു പിന്നെ രാജീവ് വേണമെന്ന് ചോദിച്ചു. വേണം എന്നൊന്ന് തീർച്ചയായും തരണം സാറേ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇൻ്റർവ്യൂ തന്നു. കൂട്ടത്തിൽ സുധീഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ഒരു പാട്ടുകാരൻ, വളരെ പ്രസിദ്ധനായിട്ടുള്ള പാട്ടുകാരൻ, അദ്ദേഹം നന്നായി പാടുന്ന ഒരാളാണ്, BMCയിലെ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതമായിട്ടുള്ള പ്രത്യേകിച്ചും ജയചന്ദ്രൻ, അശ്വശേരിനായ ജയേന്ദ്രൻ സാറിൻ്റെ പാട്ടുകളെ ആണ് അദ്ദേഹം കൂടുതൽ സ്നേഹിക്കുന്നത്. ആ പാട്ടുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഇൻട്രാക്ഷൻ ഞങ്ങളെല്ലാവരും ഇരുന്നുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയ ഒരുപാട് അനേകം പേരെ ഇരുത്തിക്കൊണ്ട് ഒരു 2 മണിക്കൂറോളം പാട്ടുമായിട്ട് ഞങ്ങൾ ലയിച്ചിരിക്കുന്നത്. അതോടൊപ്പം പാട്ടിനുമായി ബന്ധപ്പെട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ വളരെയധികം ഇഷ്ടമുള്ള, അതോടൊപ്പം പാട്ടുകളെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു രമേശ് ചെന്നിത്തലയെ ഇൻ്റർവ്യൂവിന് ശേഷം മനസ്സിലാകുന്ന ഒരു തലം ഉണ്ടായി. അതും കൂടി ഒരു വലിയ അനുഭവമായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഇൻ്റർവ്യൂ ആയി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്ക് എപ്പോഴും ഒരു പാലാഴി പോലെയാണല്ലോ, എപ്പോഴും പാലാഴി കടഞ്ഞെടുക്കുന്ന ഒരു അമൃതമാണ് ഇത്തരത്തിലുള്ള ആളുകളായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. ഒരിക്കലും തീരുന്നില്ല. അതോടൊപ്പം അതിൻ്റെ വാല്യൂസ് ആണ് വളരെ വലുതുമാണ്. കാരണം അമൃതിൻ്റെ വാല്യൂ വളരെ വലുതല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെ വാല്യുബിളായിട്ടുള്ള ഒരു ബന്ധമാണ് രമേശ് ചെന്നിത്തലയായിട്ടുള്ളത്. ഇൻ്റർവ്യൂവും അത്തരത്തിൽ തന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായി കാണുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സമീപിക്കുകയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ തരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തെ ആ ഇൻ്റർവ്യൂ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഗ്ലോബൽ ലൈവ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. 28ാമത്തെ വയസ്സിൽ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മന്ത്രിയായിട്ടുള്ള റിക്കാർഡ് ഇന്നും ഭേദിക്കപ്പെടാത്ത തലത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആദരണീയനായ രമേശ് ചെന്നിത്തലയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം സാർ. സാറ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം ഓപ്പറേഷൻ കുബേര എന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രയോഗത്തിലൂടെ കേരളത്തിലെ കഴുത്തറപ്പൻ പലിശക്കാരെ നേരിട്ട ഒരു സംഭവം. അടുത്ത ദിവസം സാറിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, സമാനമായിട്ട് കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ മന്ത്രിസഭ വരികയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ മയക്കുമരുന്ന് മാഫിയയെ ഒതുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അത്തരത്തിൽ ലളിതമാണോ കാര്യങ്ങൾ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മയക്കുമരുന്നിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് കരയിലൂടെയും ആകാശത്തിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിലേക്ക് വരുന്നു. അത് തടയാൻ നമുക്ക് സാധിക്കണം. ഇത് കൊണ്ടുവരുന്ന ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ദൗർഭാഗ്യവശാൽ അതിനുള്ള നടപടികൾ
ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. സെമിനാറുകളും അതോടൊപ്പം തന്നെ മനുഷ്യച്ചങ്ങലയൊക്കെ നമുക്ക് ഇതിനു വേണ്ടി പിടിക്കാം. ബോധവൽക്കരണം ആവശ്യമാണ്, ഞാനതിനെതിരല്ല. പക്ഷേ ബോധവൽക്കരണം കൊണ്ട് മാത്രം നടക്കില്ല. ഈ മാഫിയകളെ അടിച്ചമർത്താൻ ഗവൺമെൻറ്റിനും പോലീസിനും കഴിയുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 9 വർഷം കേരളത്തിന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന് ഇപ്പോൾ അസംബ്ലി കൂടുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് പ്രമേയം പാസ്സാക്കാം എന്നുള്ള സാരോപദേശമാണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു ഭരണാധികാരിയിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നിയമം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം തെറ്റായ പ്രവണതകളെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ അടിച്ചമർത്തുന്നില്ല. അത് അടിച്ചമർത്താൻ മുന്നോട്ട് വരട്ടെ. 24 മണിക്കൂർ കൊണ്ട് കേരളത്തിലെ ഗുണ്ടകളെ അകത്താക്കാൻ കഴിയും. ഈ ലഹരി മാഫിയയെ നമുക്ക് തകർക്കാൻ കഴിയും. ഈ കേരളത്തിലെ ജനങ്ങൾ തന്നെ പുറത്തിറങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ അടിച്ചമർത്തുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന തലങ്ങൾ, പോലീസിനെ ഏൽപ്പിക്കുന്ന തലങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ജനങ്ങൾ ഇതിൽ നിന്ന് ഭയങ്കരമായ ദുരിതം അനുഭവിക്കുന്ന തലത്തിലേക്കാണ് കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയ വളർന്നിട്ടുള്ളത് എന്നല്ലേ മനസ്സിലായി? തീർച്ചയായിട്ടും ജനങ്ങൾ മുന്നോട്ട് വരുന്നതിൻ്റെ കാരണം തന്നെ ഈ മാഫിയയുടെ ശല്യം സഹിക്കാൻ വയ്യാതായിട്ടുണ്ട്. അപ്പോൾ ആ മാഫിയകളെ തകർക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അവിടെ പോലീസാണ്, ഗവൺമെൻറ്റാണ് പ്രവർത്തിക്കേണ്ടത്, എക്സൈസാണ് പ്രവർത്തിക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 9 വർഷക്കാലം കേരളം ഭരിച്ചിട്ടും അതിന് കഴിയാത്തൊരു ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ അപകാശരായിക്കൊണ്ടിരിക്കുകയല്ലേ. കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ട് ഇത് തടയുന്നില്ല? ഒരു ചെറുപ്പക്കാരൻ ചുറ്റിക കൊണ്ട് 6 പേരെ 5 പേരെ അടിച്ചു കൊല്ലുന്നു. എന്താണ് ഇത് നാട്ടിൽ നടക്കുന്നത്? തീർച്ചയായും. അപ്പോൾ ഈ കൊലപാതകങ്ങളെയും അക്രമങ്ങളെയും നേരിടാൻ എന്തുകൊണ്ട് പോലീസിന് കഴിയുന്നില്ല? എന്തുകൊണ്ട് ഭയമുണ്ടാകുന്നില്ല? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിന്ന് വേണ്ടത് നിയമം അനുസരിക്കുന്ന തരത്തിൽ പൗരന്മാരെ പ്രവർത്തിക്കാൻ ഉള്ള പ്രോത്സാഹനം കൊടുക്കുക, നിയമത്തിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുക. അതാണ് ആവശ്യം. ഇന്നിവിടെ ലഹരി മാഫിയയുടെ സ്വാധീനത്തിലാണ് ഇത്തരം അക്രമങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാകുന്നത്. അവിടെ പോലീസിന് വലിയ തെറ്റ് പറ്റുന്നുണ്ട്, ഭരണകൂടത്തിന് തെറ്റ് പറ്റുന്നുണ്ട്. ഭരണകൂടം ആ തെറ്റുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേരുമ്പോഴാണ് ഭരണകൂടം തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നത്. സർ, ഈ ഇത്തരത്തിലുള്ള മദ്യമാഫിയ പോലെ തന്നെ ഈ മയക്കുമരുന്ന് മാഫിയ, ഇതിന് പിറകിലുള്ള കണ്ണികൾ എത്രത്തോളം വലുതായിട്ടാണ്? വലിയ ശക്തിയുള്ളവരാണ്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് കൂടുതലും. അവരെ നമ്മുടെ 4 അതിർത്തികളിലേക്ക് കടത്തില്ല എന്ന നിശ്ചയദാർഢ്യം ഗവൺമെൻറ്റിനുണ്ടെങ്കിൽ ഇവിടെ വരില്ല. നമ്മുടെ പുതിയ തലമുറ മുഴുവൻ പുകഞ്ഞു ചാവുകയാണ്. നമ്മുടെ ഈ തലമുറ ഇങ്ങനെ നശിക്കേണ്ടവരല്ല. അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി ഇറങ്ങണം. സാർ, അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ ഇടയിലേക്ക് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, അത്തരത്തിൽ അതിൻ്റെ നെറ്റ്വർക്കിൻ്റെയൊക്കെ വലിപ്പം എത്രത്തോളമാണെന്ന് സാർ? വളരെ വലുതാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്ത സിനിമാ നടൻ മമ്മൂട്ടിയായിരുന്നു എൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഞങ്ങൾ കലാലയങ്ങളിൽ മുഴുവൻ ഈ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് കുട്ടികളെ കൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുപ്പിച്ച് ഒരു വലിയ ജനകീയ മൂവ്മെൻ്റായി ഇത് മാറ്റി. ക്ഷമിക്കണം, ഞാൻ ചോദിക്കട്ടെ, 9 വർഷം ഒരു ചെറിയ കാലയളവാണോ? നാട് ഭരിച്ചിട്ട് ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികളെ എന്തുകൊണ്ട് അടിച്ചമർത്താൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അവരിതിന് പ്രോത്സാഹനം കൊടുക്കുന്നു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മിസ്റ്റർ മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടോ? മിസ്റ്റർ ചീഫ് മിനിസ്റ്ററിന് ഇത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് അടിച്ചമർത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിനകത്ത് വലിയ മാഫിയകൾ ഉണ്ട്. അവർ വലിയ സ്വാധീന ശക്തിയുള്ളവരാണ്. അതുകൊണ്ടാകാമോ ഇവരെ ഒന്നും തൊടാൻ ഗവൺമെൻറ് മടിക്കുന്നത്? ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന പ്രയോഗം, എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രിയെ അലോസരപ്പെടുത്തിയിട്ടുണ്ടാവും? അല്ല, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, മിസ്റ്റർ പാർലമെൻറ്റ്, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, മിസ്റ്റർ പ്രസിഡൻ്റ് ഒക്കെ വിളിക്കുന്ന ബഹുമാനപൂർവ്വമാണ്. അദ്ദേഹത്തിന് അലോരസമുണ്ടായി എനിക്ക് തോന്നുന്നു. ഞാൻ ആ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ മുഴുവൻ എല്ലാ ദിവസവും തുറന്നു വിടുകയാണ്, ജാമ്യം കൊടുക്കുകയാണ്. അനുഭവിക്കുന്ന ശിക്ഷയേക്കാൾ കൂടുതൽ പരോളാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായിരുന്നിരിക്കുന്നത്. ഈ ടി.പി. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ
നമ്മൾ അന്വേഷണം പൂർത്തീകരിക്കുന്ന തലത്തിലേക്ക് അന്ന് എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു സാർ തോന്നുന്നു. ഒരു ആഭ്യന്തരമന്ത്രി അല്ലല്ല, ആ അന്വേഷണം ഒരു ലോജിക്കൽ കൺക്ലൂഷനിലെത്തി. അതെ, പ്രതികളെ മുഴുവൻ പിടിച്ചു, തീർച്ചയായിട്ടും ജയിലിലടച്ചു. അവിടെ അവസാനിക്കുന്നു. അവിടെ അവസാനിക്കും. പക്ഷെ അതിന്റെ മുകളിലോട്ട് അതിൻ്റെ ഗൂഢാലോചന സത്യത്തിൽ 120B പ്രകാരമുള്ള ഗൂഢാലോചന തെളിയിക്കാൻ അത്ര എളുപ്പമുള്ളതല്ല. നമ്മൾ അതിനുവേണ്ടി CBIക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഈ പ്രതികളൊക്കെ നാട്ടിലിറങ്ങി നടന്നേ. അതുണ്ടാകാതിരിക്കാനാണ് അന്ന് CBIക്ക് വിടാഞ്ഞത്. ഈ കേരളത്തിലെ സത്യത്തിലെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു സംരംഭമായി നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷൻ കുബേര, അതായത് ഉമ്മൻചാണ്ടിയുടെ തൊപ്പിയിലെ ഒരു തൂബലായിട്ട് അത് നിൽക്കുമ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചെയ്തിട്ടുള്ള വലിയൊരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതിലേക്ക് എത്തപ്പെട്ടതും അത് നടപ്പിലാക്കിയതിലും ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ കൊള്ളപ്പലിശക്കാർ ദ്രോഹിക്കുന്നത് കണ്ടുകൊണ്ടാണ് ആരംഭിച്ചത്. 25,000 രൂപ വാങ്ങിച്ച ആളിന് ഓരോ ദിവസവും അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം, ഈ ബ്ലേഡ് മാഫിയയുടെ സമ്മർദ്ദം, അവരുടെ വീട് കയറി ആക്രമിക്കൽ, അവിടുന്ന് 4 ഇരട്ടി പൈസ കൊടുക്കേണ്ടി വന്നാലും തീരാത്ത കടം, അത് സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന പാവങ്ങൾ, അത് കണ്ടുകൊണ്ടാണ് ഓപ്പറേഷൻ കുബേര ആരംഭിച്ചത്. മുഖം നോക്കാതെ കേരളത്തിൽ നടപടിയെടുത്ത സംഭവമാണ്. എത്ര ഉന്നതനാണെങ്കിലും ഈ ഓപ്പറേഷൻ കുബേരയിൽ അവരുടെ കൈകളിൽ വിലങ്ങണിയിക്കാൻ അന്ന് ഞങ്ങൾക്ക് സാധിച്ചു. പോലീസ് ശക്തമായി തന്നെ നേരിട്ടു. കേരളത്തിൽ ഒരു വലിയ സാമൂഹ്യമായ മാറ്റത്തിന് തുടക്കം കുറിച്ച സംഭവം. എല്ലാ കൊള്ളപ്പലിശക്കാരും നാടുവിട്ടു. കൊള്ളപ്പലിശക്കാർ വാങ്ങിച്ചവരുടെ അടുക്കൽ അങ്ങോട്ട് കൊണ്ട് പണം കൊടുത്തിട്ട് ഞങ്ങൾ നിങ്ങളുടെ പണം വാങ്ങിച്ചില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ടായി. 9 വർഷമായി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അധികാരം എന്ന് പറയുന്നത് ഉപയോഗിക്കാനാണ്, നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അന്ന് ഞങ്ങൾ നടത്തിയത്. ഈ 5 വർഷക്കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളൊന്നാണ് ഈ ഓപ്പറേഷൻ കുബേര. പക്ഷേ അന്നത്തെ ഈ ബാർ നിരോധനവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ ഈ സംഗതി പോയില്ലായിരുന്നെങ്കിൽ ഒരു തുടർഭരണത്തിന് സാധ്യത ഉണ്ടായിരുന്നില്ല. ആ തുടർഭരണത്തിന് ഉണ്ടാകാതിന് പല കാരണങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം കിട്ടിയ പദ്ധതിയാണ് ഓപ്പറേഷൻ. അത് ഗവൺമെൻറ് മാറുന്നതോടുകൂടി അത് അവസാനിച്ചു. ഇപ്പോൾ എല്ലാം പഴയ പോലെയായി. ആ ഒരവസ്ഥ ഉണ്ടാകുന്നത് ശരിയല്ല. പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ നടപടിക്കെതിരായിട്ടുള്ള മുന്നേറ്റവുമായി മുന്നോട്ട് പോകും. എന്തുകൊണ്ടായിരിക്കാം തുടർഭരണം ഉണ്ടായത്? ഈ കോവിഡിൻ്റെ പ്രശ്നം കൊണ്ടാണ്. കോവിഡാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായില്ല. പിന്നെ ജനങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞു. കിറ്റ് കൊടുത്തു. സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിച്ചപ്പോൾ അതെല്ലാം പിണറായി വിജയൻ നൽകുന്നതാണെന്നുള്ള ധാരണയിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് സത്യമാണ്. ഇനി ഏതായാലും തുടർഭരണം ഉണ്ടാവില്ല. ജനങ്ങൾ അത്രമാത്രം മടുത്തിരിക്കുന്നു. സാർ, ഇതോടൊപ്പം തന്നെ സാറ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ അവിടുത്തെ ഇലക്ഷനൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള അതായിരുന്നു. സത്യത്തിൽ സാറിനെ പോലെ വളരെ പരിചരണപ്രജ്ഞനായ ഒരു വ്യക്തിത്വം അവിടെ അത്തരത്തിലുള്ള ലീഡർഷിപ്പിലേക്ക് വന്നിട്ടോ എന്തായിരുന്നിരിക്കാം മഹാരാഷ്ട്ര? അവിടെ ഇലക്ഷൻ എന്ന് പറയുന്നൊരു ഫ്രോഡായിരുന്നു. നമ്മൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയ പാർലമെൻറ്റിൽ കിട്ടിയ അതേ വോട്ട് UDF അവിടുത്തെ മഹാവികാസ് അഘാടി കോൺഗ്രസ്സിന് കിട്ടി. ഒരു വ്യത്യാസവുമില്ല. പക്ഷെ പുതിയ വോട്ടർമാരെ ചേർത്തപ്പോഴുണ്ടായ കുഴപ്പങ്ങളാണ് ഭരണം നമ്മുടെ കയ്യിൽ വിട്ടുപോയത്. എല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നമുക്ക് കിട്ടി. പുതുതായി വന്ന വോട്ടുകൾ അതെല്ലാം ഫ്രോഡായ വോട്ടുകളായിരുന്നു. അതെല്ലാം നമുക്കെതിരായി ചെയ്തു. അങ്ങനെ അതോടൊപ്പം തന്നെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ക്യൂ നിന്നവരെ വീണ്ടും വോട്ട് ചെയ്യിച്ചു. അതെത്ര ലക്ഷങ്ങളുടെ വോട്ടുകളാണ് ജയിപ്പിച്ചതെന്നാണ് കണക്ക്. 90 ലക്ഷത്തോളം വോട്ടുകളെ ജയിപ്പിച്ചെന്നാണ് കണക്ക്. എവിടുന്നാണെന്ന് എനിക്കറിയില്ല. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഏകപക്ഷീയമായ പെരുമാറ്റങ്ങളുണ്ടായി. 4 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടടുത്ത് 2 ആക്കി. അപ്പോൾ ആ 2 ആക്കി 4 മാസക്കാലം BJPക്ക് കിട്ടി കുറേ കറക്ഷൻ നടപടികൾ സ്വീകരിക്കാൻ. നമുക്കൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് കിട്ടിയില്ല മഹാവികാസങ്ങൾ. എന്നിട്ടും നമ്മൾ പോരാട്ടം നടത്തി. പക്ഷേ പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകൾ വലിയ സംശയം നമുക്കുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞു, ഷിരഡി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിൽ 7000 വോട്ടർമാരെ ചേർത്ത്. അവർ ആരാന്ന് പോലും ആൾക്കറിയില്ല.
ഇങ്ങനെ ഫ്രോഡ് വോട്ടുകൾ ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം അട്ടിമറിച്ചത്. ഏതായാലും അതിനെതിരെയുള്ള ബഹുജന പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരേ ഒരു ചോദ്യം സാർ. കേരളത്തിൻ്റെ 5 വർഷത്തെ 9 വർഷം കഴിഞ്ഞു, നിയമസഭാ ഇലക്ഷൻ വരികയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു തലമുണ്ട്. അത് കേരളത്തിലെ വളരെ സീനിയറായിട്ടുള്ള ലീഡർഷിപ്പാണ്. എത്രയോ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്നുള്ള പ്രയോഗം തന്നെ മാധ്യമങ്ങൾ കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. ഒരു മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ താങ്കളുടെ മനസ്സിലുണ്ടാകുന്ന കേരളം എങ്ങനെയാണ്? അല്ല, അതെല്ലാം പാർട്ടിയാണ് തീരുമാനം. അല്ല എങ്കിൽ പോലും അത് അടുത്തൊരു UDF ഗവൺമെൻറ് വന്നാൽ അത് പ്രവാസികൾക്കും കൂടുതൽ പ്രയോജനം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്ന് പ്രവാസികൾ നേരിടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. യാത്രാ വിമാനം, അതോടൊപ്പം തന്നെ നോർക്കയുടെ പ്രവർത്തനം, അവരുടെ ഡെഡ് ബോഡി കിട്ടാത്തത്, ഇതൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നങ്ങളാണ്. അതെല്ലാം പരിഹരിക്കാൻ നമ്മുടെ ഗവൺമെൻറ് മുൻകൈ എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യമുണ്ട് സാർ. കേരളത്തിൽ ഒരുപാട് ബിസിനസ്, ഇന്ത്യ മൊത്തം ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസ്ഥാനങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ പുതിയ വ്യവസായങ്ങൾ വരാത്തത് സാർ? പുതിയൊരു വ്യവസായം വരാൻ പോകുന്നില്ല. ഇതൊക്കെ വെറുതെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. ഇവരുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകും. നാട്ടിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ അവന് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. ഇതൊന്നും നടക്കില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവൻ എങ്ങനെയെങ്കിലും ഓടിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥിതിയുണ്ട്. അത് മാറാതെ കേരളം വ്യാവസായികമായി പുരോഗതി പ്രാപിക്കില്ല. കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കവും കാര്യങ്ങളൊക്കെ എത്തരത്തിലാണ് ഇപ്പോഴത്തെ വരാൻ പോകുന്ന? ഞാൻ അവസാനത്തെ ഉത്തരം പറയാം. ഒരു കാരണവശാലും കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പിസമില്ല. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം മല്ലികാർജ്ജുന ഖാർഗെയും വിളിച്ച യോഗത്തിൽ വെച്ച് എല്ലാവരും കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. കേരളത്തിൽ UDF ഭരണമുണ്ടാകും.